ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇത് നമ്മൾ ഉണ്ടാക്കാൻ വന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ല, അത് എങ്ങനെ നമുക്ക് കുറേ ദിവസം നമുക്ക് ഫ്രിഡ്ജിൽ കേട് വരാതെ സൂക്ഷിക്കാമെന്നാണ്. അപ്പോൾ അതിൽ ചെറിയൊരു ടിപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, അത് കേട് വരാതിരിക്കാനുള്ളത്. അപ്പോൾ അതിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം, എന്നാൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ഇഞ്ചി എടുത്ത് വിട്ടിട്ടുണ്ട്. അത് എല്ലാം ക്ലീനാക്കി തൊലി കളഞ്ഞിട്ട് എടുത്തതാണ്. ഇനി നമുക്കത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവരണം. കഴുകിയിട്ട് വൃത്തിയാക്കി കൊണ്ടുപോയി കുറച്ച് വെള്ളമൊക്കെ വാർന്നതിന് ശേഷം വേണം എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതിന് മുന്നേ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ കോട്ടൻ്റെ തുണി, നല്ല ഡ്രൈ ആയ കോട്ടൻ്റെ തുണിയിൽ നമ്മൾ എല്ലാം തുടച്ച് അല്ലെങ്കിൽ ടിഷ്യൂ വെച്ചിട്ട് തുടയ്ക്കാം. ടിഷ്യൂ ഉണ്ടെങ്കിൽ ടിഷ്യൂ വെച്ച് തുടച്ചിട്ട് നല്ല വെള്ളം നമുക്കത് ഒപ്പി എടുക്കണം. കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്താലും മതി. ആ വെള്ളം നന്നായിട്ട് തുടച്ചെടുക്കണം, വെള്ളം തീരെ പാടില്ല. അപ്പോൾ ആ തുണി കൊണ്ടാകുമ്പോൾ പെട്ടെന്നെല്ലാം ടിഷ്യൂനായിട്ട് വെള്ളം നന്നായിട്ട് നമുക്ക് അതിൽ നിന്ന് എടുക്കാൻ പറ്റും തുണി വെച്ചിട്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ടിഷ്യൂ എടുത്തിട്ടാണ് ചെയ്യുന്നത്. ടിഷ്യൂ എടുത്ത് ചെയ്യുമ്പോൾ നോക്കണം, ടിഷ്യൂ നനഞ്ഞിട്ടെങ്കിൽ ആകുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കും ഉള്ളിമേൽ ഇഞ്ചിമേൽ. അതൊക്കെ നമുക്ക് നോക്കിയിട്ട് എടുക്കണം കേട്ടോ. ടിഷ്യൂ ആകുമ്പോൾ പെട്ടെന്ന് നനഞ്ഞ് അത് കുതിരുമല്ലോ. അപ്പോൾ അതൊക്കെ നോക്കിയെടുക്കുക. ടിഷ്യൂ കൊണ്ടാണെങ്കിൽ അല്ലെങ്കിൽ തുണി വെച്ച് ചെയ്യാം കേട്ടോ. എല്ലാം ഒപ്പെടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ വെടിച്ചിൽ കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് ഇത് ചെറിയ ചെറിയ പീസാക്കണം. ഇത്രയും വലിയ പീസായാൽ അരയാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചെറിയ പീസാക്കി എടുക്കുക. അത് നമുക്ക് എല്ലാവർക്കും അറിയില്ല, ചെറിയ പീസാക്കി അരിയാൻ അറിയാമല്ലോ. അതിപ്പോൾ ഞാൻ ഒന്നിങ്ങനെ ചെയ്ത് കാണിച്ചെന്നുള്ളൂ. അപ്പോൾ എല്ലാം അങ്ങനെ ചെയ്ത് ഞാൻ അങ്ങനെ അരിഞ്ഞ് കാണിക്കുന്നില്ല. അപ്പോൾ 2-3 എടുത്ത് ഇങ്ങനെ അരിഞ്ഞതേപോലെ അരിഞ്ഞിട്ട് നമ്മളെ ജാറിൻ്റെ കാര്യം നമുക്കറിയാമല്ലോ. ചിലത് നല്ല അരിയുന്നവർ ജാറാവും, ചിലത് അറിയാത്തായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതേപോലെ കട്ട് ചെയ്തിട്ട് ഞാൻ ചെറുതാക്കിയിട്ട് തന്നെ അരിയാൻ നോക്കുക. വെള്ളം ഇല്ലാതെയാണ് നമ്മൾ അരയ്ക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, അതിനനുസരിച്ചിട്ടാണ് നമ്മൾ കട്ട് ചെയ്യാൻ. വലുതാക്കി അരിഞ്ഞ് ചിലപ്പോൾ ചിലതൊക്കെ അരയാതൊക്കെ എടുക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ചെറുതാക്കി അരിഞ്ഞ് ഇപ്പോൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എൻ്റെ ഞാൻ മീഡിയത്തിലുള്ള ജാറാണ്. സ്മോള് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു, ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയത് ടൈം ബാഗ്സിൻ്റെ ആണത്. അത് വാങ്ങി കൂടുതൽ 2-3 മാസമായപ്പോൾ അതിന് കംപ്ലൈൻ്റ് ആയി. അപ്പോൾ ഇവിടെ എല്ലാവരും ഫാമിലി ഉള്ളതുകൊണ്ട് അപ്പോൾ അവർ തിരിച്ചു പോകുന്ന സമയത്ത് 4 പേര് കൊണ്ടുപോകാനുണ്ടായിരുന്നു. പക്ഷേ തിരിച്ച് കൊണ്ടുവരാൻ ഒരാളെപ്പോലും കിട്ടുന്നില്ല. അപ്പോൾ ഇപ്പോൾ ചെറിയ ജാറ് നാട്ടിൽ ഇപ്പോൾ റെസ്റ്റ് എടുക്കുക, ഒരു പണിയും ചെയ്യാതെ അപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ആരെങ്കിലും വരുമ്പോൾ വേണം അതിങ്ങോട്ട് കൊണ്ടുവരാനും. ഇപ്പോൾ ഇയാൾക്കാണ് ഫുൾ പണിയും. പിന്നെ ലാർജ് വലിയ സൈസ് ഉള്ളതുകൊണ്ട് അത് മാവരയ്ക്കാൻ അങ്ങനെയൊക്കെ യൂസ് ചെയ്യുള്ളൂ. ഇപ്പോൾ ഇതിനാണ് ഫുൾ പണി. അപ്പോൾ ഞാൻ എല്ലാ ഇഞ്ചി വെള്ളത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതാ തുള്ളി വെള്ളം ഞാൻ ഒഴിച്ചിട്ടില്ല. വെള്ളം ഇല്ലാതെ നമ്മൾ നന്നായിട്ട് അരച്ച് കൊണ്ടുവരും. ചെറിയ ജാറിൻ്റെവരാണെങ്കിൽ അതിലിട്ടിട്ട് നമ്മൾ സൗകര്യം പോലെ ഏതിൽ അരയാച്ചാൽ നല്ല ഫൈനായിട്ട് അരയണം. ഒരു ചെറിയ പീസ് പോലും ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിനനുസരിച്ച് ഏത് ജാറാച്ചാൽ നമുക്ക് എടുത്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഇതുപോലെ വേണം നമുക്ക് കിട്ടാൻ. ചെറിയ പീസ് കഷ്ണങ്ങളോ ഇഞ്ചിയോ വെളുത്തുള്ളിയുടെ ചെറിയൊരു ഇതുപോലും ഇല്ല. ഇതേപോലെ പേസ്റ്റായിട്ട് വെള്ളം ഇല്ലാതെ അരയ്ക്കണം. വെള്ളം തീരെ പാടില്ല കേട്ടോ. ഇനി ഞങ്ങൾക്ക് ഇട്ട് വെക്കുന്നത് ഇതേപോലെ ഗ്ലാസ് ജാറിൽ. ഇതാകുമ്പോൾ കറക്റ്റ് ആകുമ്പോൾ ഫ്രിഡ്ജിൽ വെക്കാനൊക്കെ നല്ല സൈസൊക്കെ ഓക്കെയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ളത് എടുക്കുക. ഗ്ലാസ് ജാറ് ഡ്രൈ ആയിട്ടുള്ള ജാറ് വേണം. തെരി വെള്ളം പോലും ആ ഗ്ലാസ്സിലും നമ്മളെ കുപ്പിയിലും പാടില്ല കേട്ടോ. പ്ലാസ്റ്റിക് ഡപ്പാനായിട്ട് ഏറ്റവും നല്ലത് ഗ്ലാസ് ജാറിൽ ഇടാനാണ്. അപ്പോൾ ഗ്ലാസ് ജാറിന് കിട്ടുമെങ്കിൽ എടുക്കുക. അപ്പോൾ എന്താ കിടിച്ചെടുക്കുക. പക്ഷേ ഗ്ലാസ് ജാറാണ് ഏറ്റവും ബെറ്റർ എന്ന് പറയാം. ഇനിയിപ്പോൾ അച്ചാറിട്ടേക്കാനും ഉപ്പിലിട്ടേക്കാനൊക്കെ ഏറ്റവും നമുക്ക് ഏറ്റവും നല്ലത് ഈ ഗ്ലാസ് ജാറിൽ ഇട്ടേക്കുന്നതാണ്, ഈ പ്ലാസ്റ്റിക്കിനാട്ടി. എന്നിട്ട് നമുക്ക് കുറേശ്ശെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ എടുക്കുന്ന സ്പൂണാണെങ്കിലും വെള്ളമൊന്നും ഇല്ലാതെ തന്നെ സ്പൂണൊക്കെ ഇതിലേക്ക് ഇട്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. വെള്ളം തറ്റി പച്ചവെള്ളം ആഡ് ചെയ്യാതെ വേണം അതിലേക്ക് ഇട്ട് കൊടുക്കാൻ. വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അത് കേട് വരും. അപ്പോൾ വെള്ളം ആവാതെ നമ്മൾ കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കുറേശ്ശെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ കുപ്പിക്കുള്ള തന്നെ ഉണ്ട്. നമുക്ക് എപ്പോഴും ആവശ്യമുള്ള സാധനമാണ് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. എന്തുണ്ടാക്കുകയാണെങ്കിലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലാതെ പറ്റില്ല. അപ്പോൾ അപ്പം ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്നൊക്കെ നമുക്ക് എന്തെങ്കിലും ഗസ്റ്റൊക്കെ വരെ ഉണ്ടാക്കുകയാണെങ്കിലും ഇതിങ്ങനെ ആക്കി വെച്ചാൽ കുറേ ദിവസം ഇരിക്കും. ഇനി നമ്മൾ ചേർക്കുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് വെളിച്ചെണ്ണ കേട്ടോ. നമ്മൾ ചേർക്കുന്നത് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമ്മൾ അതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണയാണ് നമ്മളതിൽ ചേർക്കുന്നത്. ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കേടും കൂടാതെ ദിവസങ്ങളോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇരിക്കും കേട്ടോ. പുറത്തല്ല വെക്കുന്നത്, ഫ്രിഡ്ജിൽ തന്നെ വെക്കണം കേട്ടോ. നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഇതേപോലെ മിക്സ് ചെയ്ത് കൊടുക്കണേ. വെറുതെ ഒഴിച്ചിട്ട് അങ്ങനെ അടച്ച് വെക്കരുത്. ഇതേപോലെ എല്ലായിടത്തും തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂണാണ് അതിലേക്ക് ഞാൻ ഒഴിച്ച് കൊടുത്തത് കേട്ടോ. ഇനിയിപ്പോൾ അത് വേണമെങ്കിൽ ചിലവർ ഉപ്പിട്ടിട്ട് വെക്കും. ഉപ്പിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉള്ളി വാട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഉപ്പിടണതല്ല. അപ്പോൾ അതുകൊണ്ട് ഇതിലിട്ടിട്ട് പിന്നെയും ഉപ്പിടുമ്പോൾ അത് കൂടും. അല്ലെങ്കിൽ സുറുക്കാനൊക്കെ യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ചില ഫുഡിന് സുറുക്ക പറ്റില്ല, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണ കുറേ ദിവസം നമുക്ക് കേടുവരാനിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ മിക്സ് ചെയ്തിട്ട് വയ്ക്കുക. എന്നിട്ട് അടച്ച് വെച്ചാൽ നമുക്ക് കുറേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റും. നമ്മൾ കറിക്ക് എടുക്കുന്ന സമയത്താണെങ്കിലും നമ്മൾ സ്പൂൺ ഇട്ട് എടുക്കുമ്പോൾ വെള്ളം എടുത്ത് കൊടുക്കാൻ 8 സ്പൂൺ വെള്ളം ഉള്ള സ്പൂണൊന്നും ഇട്ടെടുക്കരുത്. ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ വെച്ചിട്ട് എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതൊരു വെള്ളം പോലെ അതിലേക്ക് ആവാതെ ശ്രദ്ധിക്കണം.
ഇപ്പോൾ നോമ്പൊക്കെ വരില്ല, നോമ്പൊക്കെ വരുമ്പോൾ നമുക്ക് എപ്പോഴും 30 ദിവസം നമുക്കിത് വേണ്ടതിന് ഒരു മാസം ഫുള്ളായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആവശ്യം വരും. അപ്പോൾ ഇതേപോലെയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുക. വലിയ ടൈമൊന്നും അപ്പം ഉണ്ടാവില്ല, അപ്പോൾ അത് ഇതേപോലെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാനൊന്നും, അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കിയാൽ ഭയങ്കര ഉപയോഗമാണ്. അപ്പോൾ ഇത്രയുള്ള നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.